40 വർഷത്തെ വാറണ്ടി. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പണി ചെയ്യാൻ അവസരം കിട്ടണമല്ലോ. അപ്പോൾ കുറച്ച് സ്വർണം പൂശും, എന്നാലല്ലേ രണ്ട് വർഷം കഴിയുമ്പോൾ ഇത് തെളിഞ്ഞു വരുള്ളൂ. അപ്പോൾ വീണ്ടും അടുത്ത പണിക്കായി ഇളക്കിക്കൊണ്ടു പോകാം. അതിലുണ്ടാകുന്ന കമ്മീഷൻ, അതുവരെ ശബരിമലയിൽ ഇരുന്ന 2 വർഷം അയ്യപ്പ സന്നിധിയിൽ ഇരുന്നാൽ പോലും അതിന് അമൂല്യമെന്നാണ് നമ്മൾ കരുതുക, വിശ്വാസികൾ കരുതുക. അതെടുത്ത് ഏതെങ്കിലും ധനികർക്ക് അവരെ പറ്റിച്ചുകൊണ്ട് അത് കൊടുക്കുകയും ചെയ്യും. അങ്ങനെ കോടികൾ, അതായത് ഒരു ജീവിതകാലം കഴിയുന്നത് വരെ അയ്യപ്പന്റെ സ്വർണം അതെല്ലാം ഊറ്റി ജീവിക്കുക എന്ന് തന്നെ ആ വാക്ക് തന്നെ ഉപയോഗിക്കേണ്ടി വരികയാണ്. കാരണം അങ്ങനെ കാപട്യം നിറഞ്ഞ ജീവിതമായി മാറുന്ന മനുഷ്യരെയാണ് നമ്മൾ ഈ റിപ്പോർട്ടിലൂടെ കണ്ടത്. പ്രശാന്ത്, പക്ഷേ ഈ റിപ്പോർട്ട് കാണുന്ന ഓരോ അയ്യപ്പ ഭക്തനും ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ്. കാരണം ഒരു കണക്ക് നോക്കാതെ ഭഗവാന് പണവും സ്വർണവും ഇടുന്നവരാണ് അയ്യപ്പ ഭക്തർ. അവർ നൽകുന്ന സമർപ്പണം അടിച്ചു മാറ്റുന്ന കള്ളന്മാരാണ് ദേവസ്വം ബോർഡ് ഭരിച്ചവർ ഇക്കാലം അത്രയും എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. കാരണം 2019 ഈ ദ്വാരപാലക ശില്പത്തിന്റെ 14 ഭാഗങ്ങൾ സ്വർണം പൂശി. അത് സ്വർണം പൂശേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല, പൊതിഞ്ഞതായിരുന്നു. അങ്ങനെ സ്വർണം പൂശി കൊണ്ടുവന്നതിന് ശേഷം 1 വർഷമാകും മുമ്പ് 2019 സെപ്റ്റംബർ മാസം 11-ാം തീയതി പുനഃസ്ഥാപിക്കുകയാണ്. അതിനുശേഷം അത് കഴിഞ്ഞ് 1 വർഷം കഴിയുമ്പോൾ അതിന്റെ ചെമ്പ് തെളിഞ്ഞെന്ന് പറഞ്ഞ് ഉണ്ണികൃഷ്ണൻ പോറ്റി വീണ്ടും രംഗപ്രവേശം ചെയ്യുകയാണ്. അപ്പോൾ 40 വർഷത്തെ വാറണ്ടി എന്നൊരു വലിയ ഒരു കുരുക്ക്, ഒരു ഉപാധി അതിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അത് കാലങ്ങളോളം 40 വർഷക്കാലം ശബരിമലയിലെ സ്വർണവും ശബരിമലയിലെ ഉരുപ്പടിയും അതിനുള്ള പൗരാണിക ആത്മീയ മൂല്യം അത് കൊള്ളയടിക്കുന്നതിന് വേണ്ടി, അത് പലയിടത്തും മറിച്ച് വിറ്റ് അത് കാശുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ പ്ലാൻ ഉണ്ടാക്കിയിരുന്നു. ആ പ്ലാനിന്റെ ഭാഗം തന്നെയാണ് 2019 ദ്വാരപാലക ശില്പങ്ങൾ അവിടെ പുനഃസ്ഥാപിച്ചതിന് ശേഷം വീണ്ടും 2020 ആകുമ്പോൾ 2020 ഡിസംബർ മാസം 30-ാം തീയതി ബോർഡിന്റെ ഒരു ഉത്തരവ് എന്താ പറയുന്നത്? ശ്രീ ഉണ്ണികൃഷ്ണൻ പോറ്റി പുതുതായി നിർമ്മിച്ച താങ്ങുപീഠം, അതായത് ബോർഡ് ഉത്തരവ് നൽകുകയാണ്. 2020 12 മാസം ഡിസംബർ മാസമാണ് ബോർഡ് ഇത് വീണ്ടും സ്വർണം പൂശുന്നതിന് വേണ്ടി വീണ്ടും ഉത്തരവ് നൽകുന്നത്. അതിനുശേഷം ഇത് പുനഃസ്ഥാപിക്കുന്നത് 2021 ജനുവരി 1 ശബരിമലയിൽ എത്തിച്ചു. പക്ഷേ എത്തിച്ചതിന് ശേഷം ഈ ദേവസ്വത്തിൽ ഈ പീഠം എത്തിച്ചതിന്റെ ഒരു രേഖകളും രേഖപ്പെടുത്തിയതായി കാണുന്നില്ല. അതായത് ഇതെല്ലാം നടക്കുന്നു. ഒരു വശത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി. പ്രശാന്ത്, വേഗത്തിൽ തിരികെ വരാം. എന്തായാലും വളരെ നിർണായകമായ വിവരങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്.